കൊൽക്കത്തയിലെ യുവമോർച്ച നേതാവ് ലിങ്കൺ ബിശ്വാസ് പിടിയിലായ ഡിജിറ്റൽ തട്ടിപ്പ് കേസിൽ കൂടുതൽ പേർ കസ്റ്റഡിയിലാവുകയാണ്. 4 മലയാളികളും 2 ഉത്തരേന്ത്യൻ സ്വദേശികളുമാണ് കസ്റ്റഡിയിലുള്ളത്. സഹിൻ ആന്റണി ഉണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിനെ 4.5 കോടിയുടെ തട്ടിപ്പാണ്. നേരത്തെ തന്നെ ഈ മലയാളികളുടെ സഹായമടക്കം ഇയാൾക്ക് ലഭിച്ചിരുന്നു എന്ന വിവരവും അതിനെ തുടർന്ന് അന്വേഷണവും ഒക്കെ ശക്തമായിരുന്നു. അപ്പോൾ നിലവിലെ അന്വേഷണത്തിന്റെ പോക്ക് എങ്ങനെയാണ്? കൂടുതൽ പേർ കെണിയിൽ വലയിലാകാനുള്ള സാധ്യതയാണോ കാണുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സേതു, അതായത് ഒരു വീട്ടമ്മയെ മാത്രം കബളിപ്പിച്ചാണ് 4.5 കോടി രൂപ കൊൽക്കത്തയിലെ യുവമോർച്ച നേതാവായിട്ടുള്ള ലിങ്കൺ ബിശ്വാസ് തട്ടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ നിരവധി ആളുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ ലിങ്കൺ ബിശ്വാസും സംഘവും തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊൽക്കത്തയിലെ തന്നെ യുവമോർച്ചയുടെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ലിങ്കൺ ബിശ്വാസ്. മാത്രമല്ല പ്രാദേശിക തലങ്ങളിലെല്ലാം തന്നെ യുവമോർച്ച പ്രവർത്തകരുമായ അടുത്ത ബന്ധം ഇയാൾക്കുണ്ടായിരുന്നു. ഇയാൾ അറസ്റ്റിലാകുന്നതുവരെ അന്ന് അറസ്റ്റിലാകുന്നതിൻ്റെ തലേ ദിവസം വരെ യുവമോർച്ചയുടെ പരിപാടികൾ എല്ലാം തന്നെ സജീവമായി പങ്കെടുത്തിരുന്ന ഒരാൾ കൂടിയായിരുന്നു ലിങ്കൺ ബിശ്വാസ്. ആ ലിങ്കൺ ബിശ്വാസിനെയാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ 4 മലയാളികളും ഒപ്പം തന്നെ 2 ഉത്തരേന്ത്യക്കാരും അടക്കം 6 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ ഉത്തരേന്ത്യയിലേക്ക് സൈബർ സംഘം അന്വേഷണത്തിനായി പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 6 പേരുടെയും പങ്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഉത്തരേന്ത്യയിൽ ആകമാനം ഒരു പരിശോധന നടത്താൻ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊൽക്കത്തയ്ക്ക് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇയാൾ ലിങ്കൺ ബിശ്വാസ് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. മാത്രമല്ല ഇവർ നടത്തിയ തട്ടിപ്പുകളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസിന് ലഭിക്കുന്നത്. ലിങ്കൺ ബിശ്വാസ് ഈ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ അധികാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. മാത്രമല്ല വീട് പണിതിരുന്നു, ആഡംബരമായ കാറുകൾ വാങ്ങിയിരുന്നു. അങ്ങനെ ആഡംബര ജീവിതം നയിക്കുന്നതിനും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തനം സുഗമമായി കൊണ്ടുപോകുന്നതിനുമാണ് ഈ പണം ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ലിങ്കൺ ബിശ്വാസിനെ കേന്ദ്രീകരിച്ച അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കൊണ്ടോട്ടി സ്വദേശികൾ പിടിയിലായിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ലിങ്കൺ ബിശ്വാസിൻ്റെ ബന്ധത്തെക്കുറിച്ച് പോലീസിന് വ്യക്തമാകുന്നത്. പിന്നീട് ഇത് സംബന്ധിച്ചുള്ള ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിച്ചിരുന്നു. അങ്ങനെയാണ് ലിങ്കൺ ബിശ്വാസ് അറസ്റ്റിലാവുന്നതും. എന്തായാലും ലിങ്കൺ ബിശ്വാസിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു, ശരി സഹിൻ.